നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേവതി സച്ചിയും കൂടെ സംസാരിക്കണ സമയത്ത് സച്ചിയോട് രേവതി പറഞ്ഞു, അതെ അച്ചമ്മയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും എനിക്ക് അതിനകത്ത് ഒരു വിഷമമില്ല സച്ചേട്ട. എത്ര വാങ്ങിച്ചു കൊടുത്താലും എനിക്കും മതിയാവില്ല. സച്ചേട്ടന് ഇഷ്ടമുള്ള സാധനങ്ങൾ സച്ചേട്ടൻ മേടിച്ചു കൊടുത്തോ, അത് എത്ര ലക്ഷം രൂപയുടെ ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം അച്ചമ്മ എൻ്റേതും കൂടെ അല്ലേ. അത് കേട്ടപ്പോൾ സച്ചിക്ക് സന്തോഷമായി. സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫിനാൻസിനെ കണ്ട് ചോദിച്ചു നോക്കാം. 2.5 ലക്ഷം രൂപ വേണമല്ലോ സമ്മാനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ശരി സച്ചേട്ടാ, എന്നാൽ സച്ചേട്ടൻ പോയി ചോദിച്ചിട്ട് വാ. അതെ, നമുക്കെന്നാ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പം ക്യാഷ് കിട്ടുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോയി നമുക്ക് മാല വാങ്ങിക്കാം. അതൊക്കെ പറഞ്ഞ് സച്ചി എന്ത് ചെയ്യണം, ഫിനാൻഷ്യലെ കാണാനായിട്ട് പോയി. അങ്ങനെ അയാളെ കണ്ട് സംസാരിച്ച സമയത്ത് അയാൾ ചോദിച്ചു, എത്ര രൂപയാണ് സച്ചിക്ക് വേണ്ടേ? 2.5 ലക്ഷം. സച്ചി ബിസിനസ് ഒക്കെ കുറച്ച് ഡള്ളായിട്ടിരിക്കണ സമയമാണ്. അതുകൊണ്ട് ഇപ്പം പൈസ ഒന്നും ഞാൻ ആർക്കും പലിശയ്ക്ക് കൊടുക്കുന്നില്ല. ഇപ്പൊ പൈസ കൊടുക്കാൻ അത്രയ്ക്കൊന്നും ഇല്ല. സച്ചി വേറെ ആരുടെയെങ്കിലും ചോദിച്ചു നോക്ക്. സച്ചിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ സച്ചി തോറ്റു പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. 1-2 പേരുടെ അടുത്തും പോയി ചോദിച്ചു. അവിടെ നിന്നും കിട്ടിയില്ല. ഒടുവിൽ തൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് കാര്യം പറയാണ്. അയാളും വേറൊരിടത്ത് വിളിച്ചു ചോദിക്കുകയാണ്. പക്ഷെ അയാൾ പറഞ്ഞു, കിട്ടത്തില്ല സച്ചി, 2.5 ലക്ഷം രൂപയൊക്കെ അങ്ങനെ പലിശയ്ക്ക് കിട്ടത്തില്ല എന്നാ പറഞ്ഞ, തരത്തില്ല എന്നാ പറഞ്ഞ അയാൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സച്ചിക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി. ഇനിയിപ്പോൾ ആരോട് പോയി ചോദിക്കുമെന്ന് പറയുക അറിയത്തില്ല. അച്ഛമ്മയുടെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കണം. താൻ രേവതിയോട് പറയുകയും ചെയ്തു ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൊടുത്തില്ലെങ്കിൽ രേവതിക്കും വിഷമമാവും. കാരണം അവൾ അത്രമാത്രം അച്ഛമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ട്. സച്ചിക്ക് ഭയങ്കര വിഷമമായി മനസ്സിന്. ഈ സമയത്ത് രവീന്ദ്രൻ പുറത്തെ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സുധി അങ്ങോട്ട് വന്നു. സുധി വന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ അമ്മ എന്തിയേ? അമ്മയെ കണ്ടില്ലല്ലോ. അമ്മ ഭാമയുടെ വീട്ടിലെങ്ങോട്ട് പോയിരിക്കോ. അവിടെ എന്തിനാ പോയത്? അമ്മ ഇത്ര ദിവസം ഭാമേൻ്റെ ഒപ്പം ആയിരുന്നല്ലോ, എന്നിട്ട് വീണ്ടും എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു നോക്ക്. അല്ല അത് പിന്നെ അച്ഛാ അതെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ്, ചെന്ന് ചോദിച്ചു നോക്ക്. അത് അച്ഛാ എനിക്ക് വെറുതെ നിൽക്കേണ്ട ഒരു കാര്യം ചെയ്യുക. നീ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് ആ ഓസം അങ്ങോട്ട് കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സുധി ആ ഓസം അവിടെ ഇട്ടിട്ട് രവീന്ദ്രന്റെ പിന്നാലെ ചെന്നു. അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അതെ, ഞങ്ങൾക്ക് ആ മുറി തരുമോ? മുറി? ഏത് മുറി? അല്ല സച്ചി രേവതിയും കിടക്കണേ. ഇത്രയും ദിവസം ഞങ്ങൾ നിലത്തല്ലേ അച്ഛാ കിടന്നേ. രേവതിയുടെ കാല് ശരിയായി കഴിയുമ്പോഴത്തേനും മുറി തരാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പിന്നെ അത് തന്നാൽ എന്താ പ്രശ്നം? ഞാനെപ്പോ പറഞ്ഞു? അല്ല അച്ഛൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ രേവതിയുടെ കാല് ശരിയാവട്ടെ, അതുവരെ അവള് മുറി കിടക്കട്ടെ, കാല് ശരിയായി കഴിയുമ്പോ മുറി തരാന്ന്. ഇനിയിപ്പൊ അവർക്ക് ടെറസിലോ ഹാളിലോ എവിടെ വേണേലും പോയി കിടക്കാലോ. രവീന്ദ്രൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് മുറിയെക്കുറിച്ച് ഒരു തീരുമാനം ഞാൻ എടുക്കുന്നില്ല. ഈ മുറിക്കേസ് ഞാൻ വിട്ടതാ. എന്നോട് അതിനെക്കുറിച്ചൊന്നും പറയാനും വരണ്ട. പറഞ്ഞു കേട്ടല്ലോ, അവനും ഉണ്ട്, അവൻ്റെ ഒരു മുറിയുണ്ട്. എൻ്റെ അച്ഛാ, ഞാൻ എത്ര കാലമായി നിലത്ത് കിടക്കുന്നേ, ശരിക്കും ഉറക്കം പോലും നടക്കുന്നില്ല. അതെ, തൽക്കാലത്തേക്ക് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരണ്ട. അതും പറഞ്ഞ് രവീന്ദ്രനോട് കയറിപ്പോയി. അച്ഛൻ്റെ ഒരു കാര്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കും ശ്രുതിക്കും ഉടനെ ഒന്നൊരു കുഞ്ഞാവേ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ ഉണ്ടാവാനായിട്ടാ? അച്ഛനൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെപ്പാടെ വിഷമിച്ച് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി ആകെപ്പാടെ വിഷമിച്ച് ഹാളി വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. എന്താ സച്ചേട്ടൻ എങ്ങനെ ഇരിക്കുന്നേ? സച്ചേട്ടൻ ഇത്തിരി സമയമായി വന്നിട്ട്. അല്ല എപ്പോഴാണ് നമ്മൾ സ്വർണം വാങ്ങാൻ പോകുന്നേ? നമുക്ക് ഇത്തിരി കഴിഞ്ഞും പോകാമല്ലേ? എൻ്റെ പരിചയത്തിലൊരു സ്വർണ്ണക്കടയുണ്ട്, അവിടെ തന്നെ പോയി വാങ്ങാം. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അത് പിന്നെ രേവതി പൈസ ശരിയായില്ല, ആരും പൈസ തന്നില്ല എന്ന് പറയണേ. കിട്ടിയില്ലേ പൈസ? അതെ, എന്തേലും ഈട് കൊടുക്കണമെന്നൊക്കെ പറയണേ. എന്താ ഇപ്പൊ ഈട് കൊടുക്കേണ്ടത് എനിക്കറിയില്ല. പിന്നെ കാരണം ഓൾറെഡി CC ഉള്ളതാണല്ലോ. അപ്പൊ പിന്നെ ഈട് വെക്കാനായിട്ട് ഒന്നുമില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രേവതി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടൻ വിഷമിക്കേണ്ട, നമുക്ക് എന്തേലും മാർഗം കണ്ടെത്താം. എന്ത് മാർഗം കണ്ടെത്താന്ന് നീ പറയണേ? പൈസയ്ക്ക് പൈസ തന്നെ വേണം. 1-2 അല്ല, 2.5 ലക്ഷം രൂപ വേണം. അതിനി എവിടെ നിന്നുണ്ടാവും? അതൊക്കെ ഉണ്ടാവും സച്ചേട്ടാ. സച്ചേട്ടൻ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. 2 ലക്ഷം രൂപയുടെ കാര്യമല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അത് പിന്നെ സച്ചേട്ടാ, എൻ്റെ സ്വർണം ഉണ്ടല്ലോ അമ്മയുടെ കയ്യിലിരിപ്പ്, അത് വാങ്ങിയാലോ? സ്വർണം വാങ്ങാനോ? അത് നീ ശപഥം ചെയ്തല്ലേ വാങ്ങിക്കില്ലാന്ന്. അത് വാങ്ങാം. അത് വാങ്ങി നമുക്ക് പണയം വെക്കും എന്തെങ്കിലും ചെയ്യാം. അപ്പൊ കുറച്ച് പൈസ കിട്ടുമല്ലോ. ആ പൈസയും കൊണ്ട് നമുക്ക് അച്ചമ്മയ്ക്ക് മാല വാങ്ങിയാലോ? അച്ചമ്മ വാങ്ങി തന്ന സ്വർണ്ണമല്ലേ അത്. അത് എങ്ങനെ ശരിയോ? അത് അമ്മയുടെ കയ്യിലല്ലേ. നീ ശപഥം ചെയ്തിട്ട് പിന്നെ ആ സ്വർണം വാങ്ങാൻ ചെന്ന അമ്മ തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ വാങ്ങാം. സച്ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും രേവതി, സച്ചേട്ടാ അതെനിക്ക് അണിയാനൊന്നും അല്ലല്ലോ വാങ്ങുന്നേ. എനിക്ക് ആഭരണം വേണ്ട. പക്ഷേ എങ്കിൽ അച്ചമ്മയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. എന്തായാലും നമ്മൾ പലിശയ്ക്ക് പൈസ വാങ്ങണം, പലിശ കൊടുത്തുകൊണ്ടിരിക്കണം. ആ പലിശ ഇതിലേക്ക് അടച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം നടത്താലോ. നമുക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് തിരികെ എടുത്താലും മതിയല്ലോ. അത് കേട്ടപ്പോൾ സച്ചിക്കും തോന്നി നല്ല കാര്യമാണ് നിൽക്കുന്നത്. അല്ല ഇനിയിപ്പോൾ സച്ചേട്ടൻ ഒരിടത്തും പൈസയ്ക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ വിഷമിക്കണേ? അത് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ സ്വർണ്ണമല്ലേ. അത് വേറെ ആരുടെ സ്വർണ്ണം അല്ലല്ലോ, അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നു മാത്രം.
അല്ല അമ്മയോട് ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തരുമെന്ന് തോന്നില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിച്ചാലോ? അച്ഛനാകുമ്പോ അമ്മ എതിർത്തൊന്നും പറയില്ല. അത് നല്ലൊരു കാര്യം തന്നെ രേവതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. സച്ചിക്ക് ഒരു സന്തോഷമായി. ഇത്ര സമയം സച്ചിയുടെ മനസ്സിലൊരു വിഷമമായിരുന്നു, എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് സ്വർണം വാങ്ങാനായിട്ട്. ഒടുവില് ഒരു മാർഗം കണ്ടെത്തി കഴിഞ്ഞപ്പം സച്ചിക്ക് സന്തോഷം. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ്, സച്ചിയും രേവതിയും കൂടെ നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ് സ്വർണത്തെക്കുറിച്ച് ചോദിക്കാനായിട്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും രവീന്ദ്രൻ അവിടെ ഒന്ന് മയങ്ങുമായിരുന്നു കിടന്ന്. ആ സമയത്ത് സച്ചിയോട് രേവതി പറഞ്ഞു, ദേ അച്ഛനെ കിടന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നത്, എങ്ങനെയാ ചോദിക്കുന്നേ? ഒരു കാര്യം ചെയ്ത് നമുക്ക് പിന്നെ വരാം, പിന്നെ വന്നിട്ട് കാര്യമില്ല സച്ചേട്ടാ, ഇപ്പൊ ചോദിക്കണ്ടായി, ഇപ്പം തന്നെ ചോദിക്കണ്ടേ. ഒടുവിൽ അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്ത് അച്ഛനെ വിളിച്ചാലോ? രേവതി അങ്ങനെ അച്ഛനെ വിളിക്കുവാണ്, രവീന്ദ്രനെ വിളിക്കുവാണ്. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചു എഴുന്നേറ്റു. ആ സച്ചിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അല്ല എന്താ രണ്ടുപേരും കൂടെ? അത് പിന്നെ ചോദിക്കുന്നത് സച്ചിയോട് പറയണം. സച്ചിക്ക് ഭയങ്കര മടി. അല്ല അച്ഛൻ ആഹാരം കഴിച്ചായിരുന്നോ? കഴിച്ചില്ല, പക്ഷെ എനിക്കിപ്പോ വേണ്ട. എന്താ നിങ്ങൾ കഴിച്ചില്ലേ? ഞങ്ങൾ കഴിച്ചില്ല. എന്നാ പോയി കഴിക്കുക, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. ആ സമയത്ത് രേവതി സച്ചിയെ കണ്ടുകൊണ്ട് കാണിക്കണം, എന്താ മോളെ നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ? അത് പിന്നെ അച്ഛാ, അത് കാര്യം എന്താ വെച്ചാ പറ. അച്ഛൻ ആഹാരം കഴിച്ചോന്ന്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിച്ചില്ല, എനിക്കിപ്പോ വേണ്ടാന്ന്. അത് മോളും കേട്ടല്ലേ, പിന്നെ എന്തിനാ അത് തന്നെ ചോദിക്കുന്നേ? അതൊന്നും അല്ല, വേറെ എന്തോ ഒരു കാര്യമുണ്ട് രണ്ടുപേരുടെ മനസ്സിൽ. എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ. ആ സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധി അങ്ങനെ പതുക്കെ മറിഞ്ഞു നിൽക്കുവാണ്, അവർ തമ്മിൽ എന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, അച്ഛാ രേവതിയുടെ സ്വർണ്ണം അമ്മയുടെ കയ്യിലുണ്ടല്ലോ, അതൊന്ന് തിരികെ വാങ്ങിച്ചു തരുവോ? സുധി ഞെട്ടി, എന്റെ ഭഗവാനെ, ആ സ്വർണം! അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ സുധിക്ക് പേടിയായി. അമ്മയുടെ കയ്യിലില്ല, തൻ്റെ കയ്യിലും ഇല്ല, എന്താ ചെയ്യണ്ടേ? അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതിനെന്താ മോനെ കുഴപ്പം? അത് രേവതി മോളുടെ സ്വർണ്ണമല്ലേ, അത് അവളുടെ കയ്യിലേ ഇരിക്കണ്ടേ. അതിന് ഇത്ര കടന്ന് പരുങ്ങേണ്ട കാര്യമുണ്ടോ? ഞാനത് ചോദിച്ചു മേടിച്ചു തരാം. അവള് ബാമയുടെ അടുത്തേക്ക് പോയേക്കുക, പോയിട്ട് വരട്ടെ, അപ്പൊ തന്നെ മേടിച്ചു തരാന്ന് പറയണ. അങ്ങനെ രേവതിക്ക് സച്ചിക്ക് സന്തോഷമായി, അവരങ്ങോട്ടേക്ക് പോയി. പക്ഷെ സുധിയുടെ ഉള്ള സമാധാനം പോയി. സുധി ആകെപ്പാടെ വെപ്രാളപ്പെട്ടു, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. അതേസമയം ഭാമയും ചന്ദ്രമതിയും കൂടെ സംസാരിക്കുകയാണ്. ഭാമ കിടന്ന് ചിരിക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രമതി ചോദിച്ചു, എന്താ നീ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കും? 7 ഡിഗ്രി നിന്റെ മകൻ സുധി എടുത്ത് എനിക്ക് തോന്നുന്നു കോപ്പി അടിച്ചിട്ടാന്ന് തോന്നുന്നു. കോപ്പി അടിച്ചിട്ടാ? പിന്നെ അതൊന്നുമല്ല, അവൻ നന്നായിട്ട് പഠിച്ചിട്ടാ. പിന്നെ പഠിച്ചിട്ട് പോലും അവൻ അസല ഒരു മരമണ്ടൻ തന്നെയാ. അല്ല അവൻ കാരണം എന്തെങ്കിലും പ്രയോജനം നിനക്കുണ്ടായിട്ടുണ്ടോ ചന്ദ്രേ? ഇപ്പൊ കണ്ടില്ലേ, നിന്റെ കയ്യിലിരുന്ന രേവതിയുടെ സ്വർണം വരെ അവൻ മേടിച്ച് പണയം വെച്ചില്ലേ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, എങ്ങാനും ആ സ്വർണം അവർ തിരികെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ പെട്ടുപോയതന്നെ. അതൊന്നും ചോദിക്കത്തില്ല. അല്ലെങ്കിലും രേവതി ആ സ്വർണം ചോദിക്കത്തില്ല. പിന്നെ സച്ചി അത്രയും കൂടെ ചോദിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് നീ രക്ഷപ്പെട്ടു. അപ്പോഴേക്ക് സുധി ഓടി കയറി വന്നിട്ട് പറഞ്ഞു, അമ്മേ ഒരു പ്രശ്നമുണ്ട്. എന്താ? അച്ഛൻ എന്ത് പറ്റിയടാ? അത് പിന്നെ അച്ഛൻ, നീ കാര്യം എന്താ വെച്ചാ പറ. അച്ഛനാ സ്വർണം ചോദിച്ചു. സ്വർണമോ? അതെ, രേവതിക്ക് സച്ചിക്കും ആ സ്വർണം വേണമെന്ന്. അത് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ ഭഗവാനെ പെട്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യാം, ആ സ്വർണം എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കണം. നമുക്ക് എന്തേലും എന്റെ സ്വർണം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടുന്നേലും വായ്പ മേടിച്ചിട്ടോ ആ സ്വർണം എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താ? അത് പിന്നെ ആ സ്വർണം അത് പണയം വെക്കുമല്ല, വിൽക്കുക ചെയ്തേ. വിറ്റെന്നോ? നീ എന്താടാ പറയണേന്ന് ചോദിച്ചു. സുധിയെ പോയി തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ചന്ദ്രമതി. അതേമേ, അത്രയും പൈസ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് വിൽക്കേണ്ടതായിട്ട് വന്നു. ചതിച്ചല്ല ഭഗവാനെ. എടാ നീ ഒരു കാര്യം ചെയ്യ, പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു നോക്ക്. ആ സ്വർണം വിറ്റിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ തന്നെ കാണുമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് തിരിച്ചെടുക്കാം. അവര് പറയുന്ന പൈസ കൊടുത്ത് തിരിച്ചെടുക്കാം. അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അറിയാലോ, എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഭാമ പറഞ്ഞു, നിന്നെ പിന്നെ വീട്ടിലേക്ക് രവിയേട്ടൻ കേട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചന്ദ്രമതി പറഞ്ഞു, എന്റെ ജീവിതം തീർന്നു, എന്റെ മാത്രമല്ല നിന്റെ. പെട്ടെന്ന് വിളിക്കണമെന്നൊക്കെ പറയണം. സുധി ആകെപ്പാടെ പേടിച്ചു വരച്ച് അങ്ങനെ അയാളെ വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ്. ചന്ദ്രമതി പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.